ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ട ഒരു സിസ്റ്റം. ഇതിൻ്റെ സ്പീക്കറെല്ലാം കൂടെ വരുന്നുണ്ട്. സ്പീക്കർ ഇപ്പോൾ തക്കാലം ഇടയില്ലാത്തതുകൊണ്ട് എടുത്ത് വെക്കാഞ്ഞതാണ്. സ്പീക്കറെല്ലാം ഉണ്ട്. 2 വേ 4 വേ സിസ്റ്റമാണ്. ഇതാണ് അതിൻ്റെ CD കാസറ്റ് എല്ലാം ഉള്ള പഴയ സിസ്റ്റമാണ്. പിന്നെ നമ്മൾ സർവീസ് ചെയ്യാൻ പോകണം, ബ്ലൂടൂത്ത് ആക്കാൻ പോകണം, പറ്റുമെങ്കിൽ പെൻഡ്രൈവ് ആക്കും. അപ്പോൾ അതിനുള്ള ഒരു പണികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്കിപ്പോൾ അതൊക്കെ തുടങ്ങാം. ഇപ്പോൾ സെറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി ഇത് ഇജക്റ്റ് അടിച്ച് നോക്കാം, CD വല്ലതും വരുമോ എന്ന്. ഇജക്റ്റ് അടിച്ച് നോക്കാം. ഓപ്പൺ അടിച്ച് കഴിയുമ്പോൾ വീഡിയോ CD എടുക്കും. അപ്പോൾ ഒരു വീഡിയോ CD ഇട്ട് നോക്കാം. ഓപ്പണായി വന്നു. നമ്മളൊരു ഡിസ്ക് ഇടുവാണ്. ഒന്നിൽ തന്നെ ഇട്ടേക്കാം. ഒന്നിലിട്ടു. ഡിസ്കിൻ്റെ ഓപ്പൺ ക്ലോസ് സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. ഡിസ്ക് ഓപ്പൺ ക്ലോസ് സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഡിസ്ക് ചേഞ്ച് എന്ന ഒരു സ്വിച്ച് എപ്പോഴുണ്ട്, അതേലാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് വന്നത്. അപ്പോൾ 1 നിട്ടിട്ട് നമ്മളത് കൊടുക്കാം. ഡിസ്ക് 1 ഇപ്പം 3 ആണ് റീഡ് ചെയ്യുമെന്ന് തോന്നുന്നു. CD കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1 ഞാൻ കൊടുത്തു. അപ്പോൾ 1 തന്നെ നേരിട്ട് 1 ഇട്ടിട്ടും 2 ആണ് പോയി പിടിച്ചത്. 2 പിടിച്ചതിന് ശേഷം ഡിസ്കിലെ റിജക്റ്റ് ആകുന്നതായിരിക്കും. ഇപ്പോൾ 1 വന്നു, പക്ഷേ ഇവിടെ കറങ്ങുന്ന കാണുന്നിടത്ത് 2 ആണ്. നോക്കാം. ഭ്രാന്തമായ പെരുമാറ്റങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ 3 പോയി എടുത്തു. 1 എന്തോ ഒരു അലർജി ഉള്ള പോലെ അവിടെ കറങ്ങുന്നുണ്ട്. അവിടെ ഒരു ലൈറ്റൊക്കെ കാണാം. ഇതുകൊണ്ടോ പണ്ട് ഒരു ഓറഞ്ചും പച്ചയും ലൈറ്റ് അവിടെ കൊടുത്തിരുന്നു. ഇപ്പോൾ 3 ആണ് ഇവിടെ കാണുന്നത്. അപ്പം 1 ഇപ്പോൾ 1 എന്താണേലും 1 എടുത്തു. ആണ്ട് കറങ്ങുന്നുണ്ട്, ഇവിടെ കാണിച്ചു. 1 എടുത്ത് 1 കറങ്ങി, ഒന്നുകൂടെ കറങ്ങി, ഒന്നുകൂടെ കറങ്ങി, ഒന്നുകൂടെ കറങ്ങി. എടുത്തു ആലോചിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം സ്പീഡൊന്നും അത്ര വരുന്നില്ല. ഓടാനൊരു പ്ലാൻ ഇല്ലെന്ന് തോന്നുന്നു. നിന്ന് പോവാണ്. CD എടുക്കുന്നില്ല. നിന്നു. ഓക്കെ, കറക്കമൊക്കെ നിന്നു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്തപ്പോൾ ഇജക്റ്റാണ് വരുന്നത്. എല്ലാം തലതിരിഞ്ഞാണ് കുട്ടി പ്രവർത്തിക്കുന്നത്. സ്റ്റോപ്പാണ്. അത് സെറ്റ്. ഇതാണ് പ്ലേ ഇട്ട് കഴിയുമ്പോൾ അതൊരു കാസറ്റൊക്കെ മണ്ണ് പിടിച്ചൊരു കാസറ്റ് കിടപ്പുണ്ട്. നമുക്ക് ടേപ്പിലൊന്ന് നോക്കാം. ടേപ്പ് എന്തെങ്കിലും ചെയ്യുമെന്ന്. CD എന്നാൽ 1 2 പോയിന്റ് 2 3 വരും, പിന്നെ 1 വരും. അങ്ങനെ റീഡ് ചെയ്യുന്നില്ല, കറങ്ങാൻ കിടക്കുമല്ലേ. ചെറുതായിട്ടൊന്ന് കറങ്ങും, അത്രേ ഉള്ളൂ. പിന്നെ നിൽക്കും 2 വരും. പ്ലേ അടിച്ചിട്ടും എടുക്കുന്നില്ല. അപ്പോൾ കാര്യമായ എന്തോ ഓർമ്മക്കുറവ് ഉണ്ടായിട്ടുണ്ട്. കുറേ നാളായിട്ട്
കോമ സ്റ്റൈലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ടേപ്പ് ഒന്ന് നോക്കാം. ടേപ്പ് 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 വന്നു, ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ സി ഡിയിലേക്ക് പോകുന്നു. ടേപ്പ് ഇടുമ്പോൾ സി ഡിയിലേക്ക് പോകുന്നു. EP1 ഇപ്പം ടേപ്പ് എടുത്തു. അപ്പോൾ ഇത് പ്ലേ അടിച്ചപ്പോൾ ഇതായി വന്നു. ആ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്, ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് ഇനി എടുത്തേക്കാം. പ്ലേ അടിക്കും, ആ ഡിസ്ക് കളയണ്ട, ഇനി എടുത്തേക്കാം. ഓക്കെ, അകത്തോട്ട് കയറിപ്പോകാൻ ഉള്ള സ്വിച്ച് ഒന്നും വർക്കിംഗ് അല്ല. എല്ലാ സ്വിച്ചുകളും ലീക്കാണെന്ന് തോന്നുന്നു. ടൈമർ, ട്യൂണർ, ഇങ്ങനെയല്ലേ നമ്മളും പ്രായമായി കഴിഞ്ഞാൽ. ഓക്കെ, കയറ്റി വിട്ടു. ഇനി ഞാൻ ഇതിന് ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നുണ്ടായാലും ഒരു ഡോൾബി പ്രോലോജിക്കുന്ന ഒരു ലൈറ്റൊക്കെ ഇവിടെ കത്തിയിട്ടുണ്ട്. അടിപൊളി. ഇനി നമുക്കൊരു സ്പീക്കർ വർക്ക് ചെയ്യുമെന്ന് നോക്കാൻ ഒരു സ്പീക്കർ കൊടുത്ത് നോക്കാം. നമ്മുടെ ഒരു സ്പീക്കർ കൊടുത്ത് നോക്കാം. നമ്മുടെ DVD പ്ലെയർ. നമ്മുടെ DVD പ്ലെയറിൽ ഡിസ്ക് ഇടുക. ആ ഡിസ്ക് കൊണ്ട് കൊച്ചൗസേപ്പ പൗലോ ഗുലോ ഓക്കെ എന്തായാലും ആട്ടെ, അത് ഇട്ടു. നമ്മുടെ കോഡ് വെയർ നമ്മൾ ഇതിൽ കുത്തുകയാണ്. ഇതിൻ്റെ ഇന്ന് എന്ന് പറയുന്നത് എവിടെയാണെന്ന് നോക്കട്ടെ. സബ്വൂഫർ ഔട്ടുണ്ട്, സെൻട്രൽ സ്പീക്കർ ഔട്ടുണ്ട്, സറൗണ്ട് സ്പീക്കർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഇന്ന്. ഇതാരാന്നും നോക്കിയാലേ, ഫോൺ ഒന്നും നോക്കിയാലേ, ഞാനത് കണ്ടിന്യൂ ചെയ്തോളാം. ഹലോ 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 ഹലോ, ഇത് കാഞ്ഞിരപ്പള്ളി സോണ ഇലക്ട്രോണിക്സ് ആണല്ലോ. ഹലോ, എവിടുന്നാ വിളിക്കുന്നേ? ഹലോ, ആ ആരായിരുന്നു? ജോബ് അല്ലേ? അല്ല 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 അല്ല, എന്നാന്ന് ചോദിച്ചത്. ഹലോ, എന്താ ആവശ്യം ചോദിച്ചു. ആരാ? മമ്മിയെ വിളിച്ച, മമ്മിയെ, ഒരു മോൻ മമ്മിയെ വിളിച്ചതാണ്, നമ്പർ മാറിപ്പോയത്. സെറ്റ് നമ്മൾ ശരിയാക്കിയില്ലേ? ജോബ് വേറെ, അത് വേറെ, ഇത് വേറെ. ഇവിടെ കാണിക്കുന്നുണ്ട്, പക്ഷെ സ്പീക്കർ ഔട്ടില്ല. ഇവിടെ എന്തോ ഒരു ഡാൻസിങ് ഒക്കെ കറങ്ങുന്നുണ്ട്. ഫോൺസ് ഹലോ, അതെ, ഞാൻ സോറി കേട്ടോ മാഡം, കളംചേരുന്ന ജോബാണ്. ഒരു DVD പ്ലെയർ നന്നാക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അവര് ഇത് പിടിപ്പിച്ചിട്ട് തന്നൊന്നും പറഞ്ഞു. പിന്നെ പവറും മണ്ണുണ്ടായില്ല. 1 മാസം കഴിഞ്ഞ്
അറിയാൻ വേണ്ടി മാത്രമാണ് കൊറിയർ അയച്ചല്ലേ കൊറിയർ? കൊറിയർ അയച്ചത്. എന്തായെന്നൊന്നും അറിയാൻ വേണ്ടിയാണ്, വെറുതെ ഒരിക്കലായിട്ട് ചോദിച്ചതല്ല. ഓക്കെ, അതായി വരുന്നേ ഉള്ളൂ ജോബേ. ശരി ശരി ശരി. അമ്പഴേ വിളിച്ചേക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയേക്കണേ. ഓക്കെ. എന്ത് സെറ്റായിരുന്നു? സോണിയുടെ DVD പ്ലെയർ. നോർമൽ DVD പ്ലെയർ. നോർമൽ ഓക്കെ ഓക്കെ ഞാൻ കൊണ്ടുവന്നാണ്. ഓക്കെ നോക്കിയേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ അണ്ണായിരുന്നു വിളിച്ചേ? ഫോട്ടോ വിട്ടിട്ടുണ്ടോ? നോക്കാം. ഇവിടെ മഴയാ. ഓക്കെ ഓക്കെ. ആരാ ഫോട്ടോ വിട്ടിട്ടുണ്ടെന്ന് ഇല്ല? അപ്പോൾ നമുക്ക് ഒന്ന് അഴിച്ചു നോക്കാം. നമ്മൾ കൊടുത്തിട്ട് ഔട്ട്പുട്ട് ഇല്ല, സ്പീക്കർ ഔട്ടില്ല. ഓക്കെ ഓക്കെ. ഞാൻ വിളിച്ചത് നമുക്ക് എനിക്ക് സോണിയുടെ സെറ്റ് സർവീസിംഗ് ഉണ്ട്. മറ്റേ DVD പ്ലെയർ ഒരു മറ്റേ ബ്ലൂറേ സെറ്റാണ്. 5.1 ഹോം തിയേറ്റർ. അതൊന്നും സർവീസ് ചെയ്യാൻ പറ്റില്ല. എന്നാ കംപ്ലൈൻറ്റ്? എന്നാ കംപ്ലൈൻറ്റ്? അത് TV കണക്ട് ചെയ്ത് ഓടിക്കൊണ്ട് പെട്ടെന്ന് നിന്ന് പോയി. അതിനുശേഷം പിന്നെ ഞാൻ കോട്ടയത്ത് കൊണ്ട് കൊടുത്തു സർവീസ് സെന്ററിൽ. അവര് പറഞ്ഞു ഈ സാധനം ഇപ്പൊ വരുന്നില്ലെന്നാ അവര് പറഞ്ഞു മോഡലിൽ. ഞാൻ പറഞ്ഞു മോട്ടോ അതിനെ സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അന്നേരം കയറി പൈനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവര് തിരിച്ച് പറഞ്ഞു രാവിലെ സെറ്റ് പെറ്റി വെച്ചിരിക്കുന്നത്. അത് പറ്റിയായിരുന്നു തിരിച്ചു തന്നു കിട്ടോ? അതെ. എന്താന്ന് പോലെ ശരിക്കും തുറന്ന് നോക്കിയിട്ടില്ല. ഓക്കെ ഓക്കെ, സാറ് കൊണ്ടുപോകാം, നമുക്ക് എന്നാ ശരിയാക്കാം. ഓക്കെ. കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ്. നമ്മുടെ ജനറൽ പാപ്പച്ചിന്റെ ഏതാ? ജനറൽ പാപ്പച്ചി. പുള്ളി അവിടുന്ന് അങ്ങോട്ട് മാറ്റി. ഇതിപ്പം നമ്മൾ മെയിൻ റോഡിൽ തന്നെ ആ വളവ് ആ കട തന്നെ. ഓക്കെ. അതെ അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് സർവീസ് ഉണ്ട്, കൊണ്ടുവരാൻ നോക്കാം. ഓണാകുന്നേ ഇല്ലല്ലോ. ഓക്കെ ശരി. ഓക്കെ, അഴിച്ചു പോരെ. ഇവിടെ സ്ക്രൂ അടിക്കാനുണ്ട്. ലോക്ക, അതും ഇതുമായിട്ട് ബന്ധമില്ല. ഇതാരോ അഴിച്ചിട്ടുണ്ട്. അഴിച്ചു നോക്കിയ സാധനം ഇത്. ഈ സൈഡ് വേറൊരു സ്ക്രൂ, ഈ സൈഡ് വേറെ സ്ക്രൂവാ. അവിടെ ക്രാക്കും ഉണ്ട്, മനസ്സിലായില്ലേ? ആരോ നേരത്തെ അഴിച്ചിട്ടുള്ള ഇവിടെ വേറെ സ്ക്രൂ ആയിട്ടിരിക്കും. അവിടെ ചെറിയ ക്രാക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും പഴക്കമുള്ള സെറ്റല്ലേ, ആരും അഴിക്കാതെ കിട്ടണമെന്ന് പറയാൻ പറ്റൂ. ഓക്കെ.
അപ്പം എസ് ടി കെ ഡബിൾ എസ് ടി കെ ആണ് ഇരിക്കുന്നത്. എസ് ടി കെ 490, 2 എസ് ടി കെ ആണ്. ഓ ഇത് ട്രാൻസ്ഫോമറേലും ഒക്കെ കുറേ പണി എടുത്തിട്ടുണ്ട്. ഇനി പണിയെടുക്കാൻ സ്ഥലങ്ങളില്ല. നമുക്ക് നോക്കാം, വോൾട്ടേജ് എല്ലാം ഒന്ന് നോക്കാം ആദ്യം. എസ് ടി കെ 34 വോൾട്ടും 45 വോൾട്ടും എസ് ടി കെക്കുള്ള വോൾട്ടേ ഇവിടെ വരുന്നുണ്ട്. അതിന് എസ് ടി കെ ചെല്ലുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വീണ്ടും വിളിക്കാൻ തുടങ്ങിയോ? അതിൻ്റെ സറൗണ്ട് സ്പീക്കർ, മ്യൂസിക് സ്പീക്കർ, ടോക്കിയോ ജപ്പാൻ, ഐവ കമ്പനി ലിമിറ്റഡ്, ടോക്കിയോ ജപ്പാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹലോ 40 ഹലോ, എന്നായിരുന്നു? സോണി ഷോപ്പല്ലായിരുന്നോ? അതെല്ലോ. മാഡം, ഞാൻ ഷെഫിനായിരുന്നേ. ഞാൻ നാളെ വരുമെന്ന് പറയാൻ വേണ്ടി സാറിനെ വിളിച്ചത്. ആ, ഓക്കെ ഓക്കെ. രാവിലെ 10 മണിയാകുമ്പത്തിന് എത്തിയാൽ മതിയല്ലോ അവിടെ? ആ, മതി മതി മതി. ഓക്കെ. ഓ, ഇത് കൂട്ട് വേറൊരു സ്പീക്കർ ഇരിപ്പില്ല എൻസി. ഇത് മീറ്ററിലൊന്നും കാണിക്കുന്നില്ല. ഒരു മറ്റേ മീറ്റർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ ഒരു സ്പീക്കർ കാണിക്കേണ്ടത് ഇത് കാണിക്കുന്നില്ല. പക്ഷെ ആ സ്പീക്കർ കാണിച്ചു. ഇതിനിപ്പോൾ വല്ല നെറ്റ്വർക്കിലോട്ടോ വല്ലതാണോ എന്ന് കയറുന്നതെന്ന് അറിയത്തില്ല. ഇത് കൂട്ട് ഒരെണ്ണോടെ ഇരിപ്പില്ലേ? ആ സെൻറ്റർ എടുത്തുകൊണ്ട് വന്നാലും മതി. സെൻറ്റർ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം. ഇതങ്ങോട്ടേ വെച്ചാൽ ഇത് വേണ്ട, സെൻറ്റർ മതി. സെൻറ്റർ ആകുമ്പോൾ എല്ലാം കുത്തി നോക്കും. സ്ക്രൂ മാറ്റിയിട്ട് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ സ്പീക്കർ എന്ത് സറൗണ്ട്? ആ, സറൗണ്ട് അല്ല, സെൻറ്റർ. ആ, ഇതും പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതും പൊട്ടിച്ച് വെച്ചിരിക്കുന്നു. എൻ്റെ മൂല പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടവും പൊട്ടിയിട്ടുണ്ട്. ഇവിടവും പൊട്ടിയിട്ടുണ്ട്. താഴെ പോയതാണോ? ഇവിടെ പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്പീക്കർ വയ്ക്കാം. സെൻട്രൽ സ്പീക്കർ പൊട്ടിയിരിക്കാരനാണ് പുള്ളി. ഇത് ഈ മൂല കുത്തി വീണാന്ന് തോന്നുന്നു. ഇവിടെ ഇതും പോയിട്ടുണ്ട്. ആ, ഈ സ്പീക്കർ കാണിക്കുന്നുണ്ട്.
അതെ. ഉം. ഇത് തന്നെ പറയാതെ ജോലി എടുക്കുന്ന ഒരു മര്യാദയുള്ള കൺസെപ്റ്റാണ്. എന്നാണേലും സ്പീക്കർ ഔട്ട് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ആംപ്ലിഫയർ ബോർഡ് അഴിക്കണം. സറൗണ്ടിലില്ല, ഒരു ഔട്ടും ഇല്ല. ഫുള്ളോട് ഇട്ടിട്ട് സറൗണ്ട്. പക്ഷേ അതിൻ്റെ ആ ഫാനും നിർത്തിയേക്കണം. അവിടെ നിർത്തിയിട്ടല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ആംപ്ലിഫയറിനാണ് പ്രശ്നം. ആംപ്ലിഫയർ അഴിച്ചെടുക്കണം. വീഡിയോയിലാണ് പറയുന്നത്. അപ്പോൾ സ്വിച്ചിങ് സെഷൻ ഓഫായിരുന്നു. ഇത് മതി, തക്കാതെ ഇവിടെ നിർത്തായത്. മൊത്തം അഴിച്ചിറക്കണം. STK അല്ലേ. CXNW39HR എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഐവ CXNW39HR. കംപ്ലീറ്റ് അഴിച്ച് നിരത്തണം, എന്നാലേ നമുക്ക് STKയിലോട്ട് പോകാൻ പറ്റും. 2 STK ആണ്, ഡബിൾ STK വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് പക്ഷേ സപ്ലൈ എല്ലാം പോകുന്നുണ്ട്. ഇനി STK IC പോയതാണോ ബോർഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നാണോ എന്ന് അറിയത്തില്ല. അതിനായിട്ട് ഇപ്പോൾ നിന്നാൽ കാര്യങ്ങളൊന്നും നടപടി ഉണ്ടാകില്ല. ഒന്നാമത് ഇതെല്ലാം ഒരു പരിപാടി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ അറിയാതെ ഒട്ടിച്ച് അടച്ചു വിട്ടിരിക്കുക. കസ്റ്റമർ പറഞ്ഞിട്ട് പോലും കാണില്ല. ഇതൊരു കാട്ടി ഒരു കൂടിഞ്ഞെടുത്തു. സിസ്റ്റമൊന്നും ആരും പണിയാനെടുക്കാനകത്ത് ഇതൊക്കെ കൊണ്ടാണ്. ഒരു ദിവസം കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല. നല്ല ടൈം എടുക്കും, നല്ല കഷ്ടപ്പാടുമാണ്. ശരിയാവുമെന്ന് ഉറപ്പുമില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് എല്ലാവരും പെൻഡിങ് ആക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കസ്റ്റമറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ.
മതി. ഓക്കെ. Exclusive DJ Remy.